ചാരു ആകെ ചമ്മി. അപ്പോഴത്തെ ചാരുവിന്റെ ഫേസ് ഒന്ന് കാണണമായിരുന്നു. ഏട്ടനൊരു ചമ്മലും ഇല്ലായിരുന്നു. കൊച്ചു കുട്ടികളെ വാരിയെടുത്ത് കൊണ്ടുപോകും പോലെയല്ലേ കൊണ്ടുപോയത്. ആരൊക്കെയോ മൊബൈലിൽ എടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ആകെ അമ്പരന്നു പോയി. സത്യം പറയാലോ, ഏട്ടനീന്ന് ഇങ്ങനെ ഇത്രയും ഇന്റിമസി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, ശ്രേയക്കറിയാലോ രണ്ടുപേരും തമ്മിലൊന്ന് പാച്ചപ്പാകാൻ ഞാൻ എത്രമാത്രം മെനക്കെട്ടുന്ന്. എന്തെങ്കിലും പറയുമ്പോ എനിക്കൊന്നും വയ്യ, നീ നിന്റെ ജോലി നോക്കുന്നൊക്കെ പറഞ്ഞ ഏട്ടനായിപ്പോ. ഏതായാലും അച്ഛൻ ഹാപ്പി. അത് പിന്നെ കിട്ടിയ ലക്ഷങ്ങളൊക്കെ ചാരു അരവിന്ദേട്ടന് തന്നെ തിരിച്ചു കൊടുത്തില്ലേ. അതുകൊണ്ട് തന്നെ തന്റെ കാര്യം സേഫ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി കാണും. അയ്യോ, അതൊന്നും അല്ലാന്നേ. കല്യാണ ലെറ്ററുമായിട്ട് പോയിട്ട് അതെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞ പാർട്ടിയല്ലേ. ഇപ്പോഴത്തെ ചേഞ്ച് ഫാന്റാസ്റ്റിക്. നിനക്ക് ഇത്ര ഫീലിങ്സ് ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്. നമ്മുടെ മാരേജിന് എന്റെ വീട്ടിൽ നിന്ന് മണ്ഡപം വരെ അതുപോലെ തന്നെ വാരിയെടുത്തോണ്ട് പോയിക്കോ. ഞാനൊന്നും പറയില്ല, ഞാൻ ലജ്ജാലോലുപയായി കിടന്നു തരാം. അയ്യടാ, അത് നീ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ചാരുവേ സ്ലിം ബ്യൂട്ടിയാ. കൂടിപ്പോയാ 50 to 55. നീയോ 70 to 90. നിന്നെ കൊണ്ടുപോവാ. ഞാൻ ഒറ്റയ്ക്കല്ല, ലോഡിംഗ് കാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ സ്റ്റൈലിൽ ഫ്രണ്ടിൽ നടക്കാം. ദുഷ്ട, ഐ എം ഓൺലി 63. നീ എന്റെ അടുത്തേക്ക് വാട്ടോ. ഞാൻ നിന്നെ കൊണ്ട് എന്നെ വീടിന്റെ ചുറ്റും എടുത്തിട്ട് ഓടിക്കും. എടാ ലൂസേ, എനിക്കിതൊക്കെ കേട്ടിട്ടേ കുറച്ച് ഓവർഡോസ് ആയിട്ടാ തോന്നുന്നേ. എല്ലാരും ചുമ്മാ കാണിക്കാൻ വെറും ഷോ. ഒരിക്കലുമല്ല. ഏട്ടന്റെ ക്യാരക്ടർ അതുപോലെ, ഒന്നും ആരോടും പറയില്ല, എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കും. ചെറുപ്പം മുതലുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ പൂഴ്ത്തി വെച്ച് ഒന്നും പ്രകടിപ്പിക്കാതിരുന്ന ഉള്ളു തുറന്നപ്പോ എല്ലാം ഒരുമിച്ച് വെളിയിൽ വന്നു. അതാ. ഇതിപ്പോ ഹൽദിയല്ലേ ആയിട്ടുള്ളൂ. നാളെ കല്യാണ മണ്ഡപത്തില് ഇനി എന്തെല്ലാം നടക്കാൻ പോകുന്നോ ആർക്കറിയാം. ഏതായാലും ചാരു ഹാപ്പി ആണല്ലോ, എനിക്കത് മതി. ചാരു ഹാപ്പി ആയിരുന്ന ആരാ ഹാപ്പി ആവുമെന്ന് ശ്രേയക്കറിയോ? അച്ഛൻ അതോടെ ഹാപ്പി. അച്ഛൻ ഹാപ്പിയായ എനിക്കും ചാരുവിനും അത് മതി. അച്ഛന്റെ സന്തോഷം എല്ലാത്തിനും വലുത്. ചാരുവിന്റെ കാര്യത്തില് അച്ഛന് വലിയ ആശങ്കയുണ്ടായിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോ ഏട്ടൻ പഴയപടി തോന്നിയ പോലെ കാശും സ്വത്തും ഒക്കെ നശിപ്പിച്ച് ചാരുവിനെ സങ്കടപ്പെടുത്തുമെന്നുള്ള പേടി. അതൊക്കെ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് മാറി. ചാരുവിനെ നന്നായിട്ട് ജീവിത അവസാനം വരെ നോക്കൂന്ന് മനസ്സിലായപ്പോ അച്ഛനെന്താ ചെയ്തേന്നറിയോ? എന്താ ചെയ്തത്? അന്ന് ഭാഗം നടന്നപ്പോ സ്വത്തുക്കൾ 4 പേർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്തില്ലേ. പക്ഷേ അവസാന കാലത്ത് അച്ഛനും അമ്മയും ഒറ്റപ്പെട്ടാലോന്ന് പേടിച്ച് 1000 പറ വീടും ചുറ്റുമുള്ള തെങ്ങും തോപ്പും അച്ഛന്റെ പേരിൽ തന്നെ കരുതി വെച്ചു. അതാർക്കും എഴുതി കൊടുത്തില്ല. അത് രണ്ടും ഇപ്പോ ഏട്ടന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അത് മാത്രമല്ല, പരമ്പരയായി 1000 പറയിലെ മൂത്ത മരുമകളായി വരുന്നവർക്ക് കൊടുത്തിരുന്ന ആന്റിക് ഓർണമെന്റ്സ്, തനി തങ്കം, കോടികൾ വില വരും. അത് മുഴുവൻ അടങ്ങുന്ന പേടകം അച്ഛൻ ചാരുവിന്റെ കയ്യിൽ കൊടുത്തു. അത് കണ്ടപ്പോ എനിക്ക് എത്രമാത്രം സന്തോഷമായി എന്ന് എനിക്കറിയൂ. ശരിക്കും ഞാൻ ഇമോഷണൽ ആയി പോയി. അത് നീ പറഞ്ഞത് കേട്ടപ്പോ തന്നെ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നറിയോ? എനിക്കതൊന്നും നേരി കാണാൻ പറ്റിയില്ലല്ലോ. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അതൊക്കെ ആകാശവനെ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ഞാൻ വരാം, ഒരു മിനിറ്റ്. അച്ഛൻ വിളിക്കുന്നത് ഞാൻ പിന്നെ വിളിക്കാവേ. ഏയ്, ഫോൺ വെക്കല്ലേ. എന്തോ അത്യാവശ്യ കാര്യം പറയാനാ, വേഗം വാ. അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നില്ലേ? അവരൊക്കെ കൃത്യമായിട്ട് കഴിച്ചോന്നു. അവിടെ കെട്ടിക്ക പെട്ടെന്ന്. അവിടെ എല്ലാം സെറ്റായി. അങ്ങനെയാണോ പറയുന്നത്? അപ്പുറത്തൂടെ കെട്ടണേ. എന്നാ പിന്നെ മോള് ചെല്ല്. ശരി അച്ഛാ.
എന്താ അച്ഛാ? അരവിന്ദന്റെ കാര്യത്തില് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അറിയാലോ, ചെറുപ്പം മുതൽ അവനുള്ള കൂട്ടുകെട്ടും കിട്ടുന്നതെല്ലാം നശിപ്പിക്കാനുള്ള സ്വഭാവവും, പഠിക്കാനുള്ള സമയത്ത് പഠിക്കാതെ അവനെ ചാരുവിനെ കൊണ്ട് കെട്ടിച്ച ചാരു അവനെ മാറ്റിയെടുക്കുന്നുള്ള പ്രതീക്ഷയില ഞാൻ ഈ കല്യാണം. ആദ്യമൊക്കെ ചാരുവിനോടുള്ള പെരുമാറ്റം കണ്ടപ്പോ എന്റെ തീരുമാനം തെറ്റിയോന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം മാറി. എനിക്കിപ്പോ അരവിന്ദന് നല്ല വിശ്വാസ. അവൻ ചാരുവിനെ നന്നായി നോക്കിക്കോളും. ആ ഒരു ഉറപ്പില് നിന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ എന്റെ പേരിൽ മാറ്റിവെച്ചിരുന്ന ആയിരപ്പുറ വീടും ഈ തെങ്ങും പറമ്പും അരവിന്ദന്റെ പേരിലേക്ക് എഴുതി കൊടുത്തു. ശരിയാ, നിനക്കും കൂടെ അവകാശപ്പെട്ട സ്വത്തായിരുന്നു. ഞാനിപ്പോ അത് അവന് മാത്രമായിട്ട്, അതിനൊരു കാരണം കൂടിയുണ്ട്. ചാരുവിന്റെ അമ്മ എന്റെ ഉടപ്പറന്നോൾ ലത. അവള് ജനിച്ചു വളർന്ന വീട്ടില് ചാരുമോള് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടാ. തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. പക്ഷേ എന്റെ എല്ലാറ്റിലും വലിയ സ്വത്ത് നീയാണെന്നുള്ള വിശ്വാസം. എല്ലാ കാര്യത്തിലും നീ എന്നെ നോക്കിക്കൊള്ളുന്നുള്ള വിശ്വാസം, അതെനിക്ക് ഉറപ്പാ. എന്നാലും ഞാൻ നിന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ. അച്ഛനോട് ചോദിച്ചിരുന്നെങ്കിലാവും എനിക്ക് സങ്കടമാവുക. ഞാൻ ആയിരപ്പറയുടെ പേരിലല്ല, ബാലൻ മാഷിന്റെ മോനെന്നറിയപ്പെടാനാ ആഗ്രഹിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് വിശ്വാസവും സ്നേഹവും എന്റെ അച്ഛനോട്. ഞാൻ എന്റെ അച്ഛന്റെ മനസ്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാ? എനിക്കറിയാം എന്റെ മോനെ, യഥാർത്ഥത്തില് ഒരു മനുഷ്യന്റെ സ്വത്ത് മരണം വരെ അയാളെ നോക്കുന്ന മകനാ. അതാരാണെന്ന് എനിക്കറിയാം. അരവിന്ദൻ കൊടുത്തതെല്ലാം നശിപ്പിച്ചാലും നീ എന്ന അമൂല്യ സ്വത്ത് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്കൊന്നിലും ഒരു ഭയവുമില്ല.